പ്രിയമുള്ളവർ, കഴിഞ്ഞ ആഴ്ച ഇല്ലായിരുന്നു. ബുദ്ധൻ ഗയയിൽ സാധന അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അതികഠിനമായ സാധനയായിരുന്നു അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത്. ശരീരമൊക്കെ ഉണങ്ങി മെല്ലിച്ച് നെഞ്ചിലെ അസ്ഥികൾ എണ്ണിയെടുക്കത്തക്കവണ്ണം മെലിഞ്ഞുപോയി. അപ്പോൾ ഈ അതികഠിനമായ സാധന കണ്ട് ഏതാണ്ട് 5 പേർ അദ്ദേഹത്തിൻ്റെ കൂടെ സദാ ജീവിക്കാൻ തുടങ്ങി, ശിഷ്യരെ പോലെ 5 പേർ. 7 വർഷക്കാലം കഠിനമായ സാധന അനുഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ ചില സന്യാസിമാരുമായിട്ടുള്ള സംഭാഷണത്തിലൂടെ അദ്ദേഹം സ്വയം തീരുമാനിച്ചു, ഈ തരത്തിൽ ശരീരത്തെ പീഡിപ്പിക്കുന്നത് കൊണ്ട് ആത്മസാക്ഷാത്കാരം കിട്ടുകയില്ല എന്ന് ബോധ്യമായപ്പോൾ അദ്ദേഹം ശരീരത്തെ പീഡിപ്പിക്കുക എന്നുള്ള ആ രീതി ഉപേക്ഷിച്ചു. അതിനുശേഷം അദ്ദേഹം ആഹാരം കഴിക്കാൻ തുടങ്ങി, ശരീരം നന്നാകാൻ തുടങ്ങി, മാംസമൊക്കെ വെച്ചു തുടങ്ങി, പുഷ്ടിപ്പെട്ടു തുടങ്ങി, നല്ല വസ്ത്രം ധരിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഈ 5 പേർ ബുദ്ധനെ ഗുരുവായിട്ടല്ല വരിച്ചിരുന്നത്, അദ്ദേഹത്തിൻ്റെ അതികഠിനമായ സാധനയിൽ ആകൃഷ്ടരായി ബുദ്ധനോടൊപ്പം കൂടിയവരാണ്. അപ്പോൾ ബുദ്ധൻ തൻ്റെ രീതികൾ മാറ്റിയപ്പോൾ, രീതികൾ മാറ്റാനുള്ള കാരണം ശരീരത്തെ ഇങ്ങനെ ഇത്രമാത്രം പീഡിപ്പിക്കുന്നതിലൂടെ ഒന്നും ആത്മസാക്ഷാത്കാരം കിട്ടുകയില്ല. ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയുന്നത് പോലെ അത് നിത്യപ്രാപ്തമായ വസ്തുവാണ്. നിരന്തരമായിട്ട് നമ്മളിവിടെ പറയുന്ന ആ നിത്യപ്രാപ്തമായ വസ്തുവിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തെ പീഡിപ്പിച്ചാൽ അത് അറിവില്ലായ്മ മാത്രമാണ്. അത് മനസ്സിലായ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി. ഇനി ആ വസ്തുവിനെ പ്രാപിക്കാതെ ഞാൻ ഇവിടെ നിന്നും എഴുന്നേൽക്കുകയില്ല എന്നുള്ള തീവ്രമായ ഇച്ഛയോടുകൂടി, തീരുമാനത്തോടുകൂടി അവിടെ ഇരിപ്പുറപ്പിച്ചു. ആ ആൽമരത്തിൻ്റെ ചുവട്ടിൽ അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടാകുന്നത്, ആ ഉറച്ച തീരുമാനം. അതുപോലെ ഇത് അദ്ദേഹം ഈ സാധനയിൽ നിന്നെല്ലാം മാറി ശരീരം പുഷ്ടിപ്പെടാൻ തുടങ്ങിയപ്പോൾ ഈ 5 പേരും തീരുമാനിച്ചു, ബുദ്ധൻ യോഗഭ്രഷ്ടനായി, അദ്ദേഹം തൻ്റെ ചര്യകളിൽ നിന്നെല്ലാം വ്യതിചലിച്ചു, യോഗഭ്രഷ്ടനായി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിട്ടുപോയി ഈ 5 പേരും. അതിനുശേഷം ബുദ്ധന് ആത്മസാക്ഷാത്കാരം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ 5 പേരെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായി. ഈ 5 പേരെ കാണുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം കാശിയിലെത്തി. കാശിയിൽ അവരുണ്ടെന്ന് മനസ്സിലാക്കി. സാരാനാഥത്തിൽ അവിടെ വച്ച് ഈ 5 പേരെയും കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അന്വേഷണം നടത്തി എവിടെയാണ് അവരുള്ളത് എന്ന് മനസ്സിലാക്കി. ബുദ്ധൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് മനസ്സിലായ ഈ 5 പേരും സ്വയം പറഞ്ഞു, പരസ്പരം കൂടിയാലോചിച്ച് പറഞ്ഞു, എന്തായാലും അയാൾ യോഗഭ്രഷ്ടനായ ആളാണ്, നമുക്ക് അദ്ദേഹവുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട, അദ്ദേഹം വന്നാൽ നമ്മൾ വണങ്ങുകയും വേണ്ട, ആദരിക്കുകയും വേണ്ട, സ്നേഹം പ്രകടിപ്പിക്കുകയും വേണ്ട എന്നുള്ള തീരുമാനമെടുത്ത് അവിടെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ബുദ്ധൻ ദൂരെ നിന്ന് വരുന്നത് ഇവർ കണ്ടു. കണ്ടപ്പോൾ തന്നെ മുഖം തിരിച്ച് അവിടെ ഇരുന്നു. ബുദ്ധൻ അടുത്തു വരുന്തോറും
ഒരാൾ എഴുന്നേറ്റ് ബുദ്ധനെ കണ്ടപ്പോൾ ആ തീരുമാനമൊക്കെ മറന്നുപോയി നേരെ പോയി അദ്ദേഹത്തിൻ്റെ കാലിൽ സാഷ്ടാംഗം വണങ്ങി. 5 പേരും ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് പോയി അദ്ദേഹത്തെ വണങ്ങി. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, നിങ്ങളെടുത്ത തീരുമാനം എവിടെ പോയി? ബുദ്ധനെ കാണുമ്പോൾ വണങ്ങേണ്ട കാര്യമില്ല, സ്നേഹം പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾ തീരുമാനമെടുത്തിരുന്നില്ലേ? ആ തീരുമാനം എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ, അങ്ങയെ കണ്ടപ്പോൾ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ പരമാത്മാവ് ഞങ്ങളുടെ നേർക്ക് നടന്നു വരുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഇതാണ് അവസ്ഥ. ആ വസ്തുവിലേക്ക് ഏതൊരാളാണോ തന്നെ സമ്പൂർണമായിട്ട് സമർപ്പിക്കുന്നത്, അപ്പോൾ മാത്രമാണ് ആ ആത്മസാക്ഷാത്കാരം ലഭ്യമാകുന്നത്. ബുദ്ധനും അതുപോലെ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്തോളം അദ്ദേഹം അതിൽ നിന്ന് അന്യമായിരുന്നു. ഏതൊന്നിനെയാണോ താൻ സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്നത് അത് തന്നിൽ നിന്ന് അന്യമായ ഒരു വസ്തുവാണെന്ന് കരുതി അതിനെ പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അതുപോലെ ഈ സത്സംഗം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഓരോരുത്തരും ആ പ്രാപിക്കേണ്ട വസ്തു പുതിയതായിട്ടുള്ളതല്ല, എങ്ങു നിന്നും കിട്ടേണ്ടതായിട്ടുള്ളതല്ല. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ സ്വരൂപമായിട്ടിരിക്കുന്ന ആ വസ്തു നിങ്ങൾ അറിയുക മാത്രമേ വേണ്ടൂ. തിരിച്ചറിയണം, ഞാൻ ഇതല്ല, ഈ നാമരൂപധാരിയായിട്ടിരിക്കുന്ന ഞാനല്ല, ഈ പുരുഷവേഷത്തിലും സ്ത്രീവേഷത്തിലും ഇരിക്കുന്ന ഞാനല്ല എന്നിലെ ഞാൻ പുരുഷനോ സ്ത്രീയോ ഒന്നുമല്ല. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിക്കും അന്യമായിട്ടുള്ള തന്നിലെ ആ സാക്ഷി സ്വരൂപം, ആ സാക്ഷി ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിയുക മാത്രമേ വേണ്ടൂ. ആ തിരിച്ചറിവിലേക്ക് ഉണരുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സൂചനകളാണ് നമ്മൾ കഴിഞ്ഞ സത്സംഗത്തിൽ ഇവിടെ അൺവൈൻഡിങ് എന്ന രീതിയിൽ പറഞ്ഞത്. പിന്നിലേക്ക് പോവുക. പിന്നിലേക്ക് പോകുന്നത് എന്തിനു വേണ്ടിയാണ്? ആ സാക്ഷിഭാവം നമ്മിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി, ഞാൻ ആ സാക്ഷിയാണ് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഒരിക്കൽ ബുദ്ധനും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ആനന്ദനും കൂടെ ഇങ്ങനെ കാട്ടിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദീർഘദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ബുദ്ധന് ദാഹം തോന്നി. അപ്പോൾ ബുദ്ധൻ ആനന്ദനോട് പറഞ്ഞു, നമ്മൾ ഈ വരുന്ന വഴിക്ക് ഒരു 2 മൈലിന് അപ്പുറത്ത് ഒരരുവി കടന്ന് നമ്മൾ വന്നില്ലേ, അങ്ങോട്ട് പോയി ആ അരുവിയിൽ നിന്ന് കുറച്ച് ജലം കൊണ്ടുവരൂ, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, ഞാനിവിടെ ഇരിക്കാം എന്ന് പറഞ്ഞ് ബുദ്ധൻ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാനായിട്ടിരുന്നു. ആനന്ദൻ വെള്ളമെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ 2 മൈലിനപ്പുറമുള്ള അരുവിയിലേക്ക് നീങ്ങി. അരുവിയോടടുക്കുന്ന സമയത്ത് 2 കാളവണ്ടികൾ ഇങ്ങനെ വരികയാണ്. അരുവി കടന്ന് 2 കാളവണ്ടികൾ ഇങ്ങോട്ട് വരുന്നത് കണ്ടു. അദ്ദേഹം അരുവിയിലേക്ക് നോക്കിയപ്പോൾ ഈ കാളവണ്ടി അരുവി കടന്നു വന്നപ്പോൾ ആ വെള്ളം മുഴുവനും കലങ്ങി മറിഞ്ഞ് അതിനടിയിലുണ്ടായിരുന്ന ചെളിയും ചവറുകളുമെല്ലാം പൊങ്ങി വെള്ളം കുടിക്കാൻ ഒക്കാത്ത തരത്തിൽ ദുഷിച്ചിരിക്കുന്നു. അദ്ദേഹം ആ അരുവിയിലിറങ്ങിയ ചപ്പും ചവറുമൊക്കെ നീക്കിക്കളഞ്ഞിട്ടും ആ വെള്ളം കുടിക്കാൻ യോഗ്യമല്ല എന്ന് കണ്ട് വീണ്ടും ബുദ്ധൻ്റെ സമീപത്ത് വന്ന് പറഞ്ഞു, ആ വെള്ളം കുടിക്കാൻ യോഗ്യമല്ല, നമുക്ക് മുന്നോട്ട് തന്നെ പോകാം, കുറേ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ അരുവിയുണ്ട്, അവിടുന്ന് നമുക്ക് ജലമെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ബുദ്ധൻ പറഞ്ഞു, അത് പാടില്ല, ആ വെള്ളമല്ല എനിക്ക് വേണ്ടത്, ഈ അരുവിയിലെ ജലം തന്നെയാണ് എനിക്ക് വേണ്ടത്, നീ ഒന്നുകൂടെ പോകൂ എന്ന് പറഞ്ഞു. ബുദ്ധൻ്റെ ആജ്ഞ ശിരസ വഹിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ലാത്തത് കൊണ്ട് ആനന്ദൻ വീണ്ടും തിരിച്ച് ആ അരുവിയിലേക്ക് പോയി. 2 മൈൽ നടന്ന് വീണ്ടും ആ അരുവിയുടെ സമീപത്ത് എത്തിയപ്പോൾ വെള്ളം ഏതാണ്ട് തെളിഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടു. കുറച്ച് കലക്കലുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു മരത്തിൻ്റെ മൂട്ടിൽ അല്പസമയം
വെറുതെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബുദ്ധൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. നീ ഒന്നും ചെയ്യണ്ട. ആ വെള്ളം ശുദ്ധിയാകുന്നതിന് വേണ്ടിയിട്ട് നീ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അത് താനേ ശുദ്ധമായിക്കോളും. അദ്ദേഹം കുറേ സമയം അവിടെ ഇരുന്ന് കഴിഞ്ഞ് ആ അരുവിയിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ വെള്ളം സ്ഫടിക സമാനം ശുദ്ധമായിരിക്കുന്നു. ആ വെള്ളം എടുത്തുകൊണ്ടുവന്ന് ബുദ്ധന് കൊടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹം നേരെ സാഷ്ടാംഗ നമസ്കാരം നടത്തിയിട്ട് പറഞ്ഞു, ഞാൻ അങ്ങയിൽ നിന്ന് ഈ കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വീണ്ടും പറഞ്ഞത്, വീണ്ടും തിരിച്ചങ്ങോട്ട് പറഞ്ഞയച്ചത്. അപ്പോൾ ആ നിരീക്ഷണം, ബുദ്ധൻ ആനന്ദൻ അവിടെ ഇരുന്നു കൊണ്ട് ആ അരുവിയെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നതല്ലാതെ മറ്റൊന്നും ചെയ്തില്ല. വെള്ളം ശുദ്ധമാക്കുന്നതിന് വേണ്ടിയിട്ട് നിരീക്ഷിക്കുക മാത്രം മതി. അതുപോലെ നിങ്ങളും നിങ്ങളെ നിരീക്ഷിക്കണം. ആ നിരീക്ഷിക്കുന്നതിനുള്ള മാർഗമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ കിടന്നുകൊണ്ട് അന്നത്തെ ദിവസം ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെ എന്തെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, എന്തെല്ലാം കർമ്മങ്ങളിൽ നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടോ, ആ കർമ്മങ്ങളെയെല്ലാം ഒന്നൊന്നായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരണം. ഓരോന്നോരോന്നായിട്ട്. ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് എന്തായിരുന്നു? ആഹാരം കഴിച്ചു കൊണ്ടിരുന്ന സമയത്ത് എന്താണ് സംഭവിച്ചപ്പോൾ നിങ്ങൾ ആഹാരം കഴിച്ചു കൊണ്ടിരിക്കുന്ന ആ രംഗം മുന്നിൽ കാണുക. മുന്നിൽ കാണുന്ന സമയത്ത് നിങ്ങളവിടെ ആരായിരിക്കുന്നു? നിങ്ങളും അതിനകത്തുണ്ട്. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളും അതിനകത്തിരുന്ന് ആഹാരം കഴിക്കുകയാണ്. പക്ഷേ അതിനെ നിരീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കുകയാണ് ഇപ്പോൾ, ഇല്ലേ? ആ അവസാനത്തെ രംഗം, ആഹാരം കഴിക്കുന്ന രംഗം നിങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും അതിനകത്തുണ്ട്, നിങ്ങളെയും നിങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആരാണ്? ഒരു നാമവും രൂപവും. ഒരു നാമരൂപധാരിയായ നിങ്ങൾ അവിടെ ഇരുന്ന് ആഹാരം കഴിച്ചു കൊണ്ടിരിക്കുന്നതിനെ നിങ്ങൾ സാക്ഷി രൂപത്തിൽ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ഉറങ്ങിക്കിടക്കുന്ന അവസരത്തിൽ നിങ്ങൾ ആ രംഗം കണ്ടുകൊണ്ടിരിക്കുന്നു. ആ രംഗം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സാക്ഷി സ്വരൂപം. അങ്ങനെ ഒന്നൊന്നായിട്ട് പിന്നിലേക്ക് എന്തെല്ലാം സംഭവങ്ങൾ ആ ദിവസം നടന്നിട്ടുണ്ടോ ആ സംഭവങ്ങളെ മുഴുവനും നിങ്ങൾ ഒന്നൊന്നായിട്ട് നിങ്ങളുടെ മനസ്സാകുന്ന സ്ക്രീനിലേക്ക് കൊണ്ടുവന്ന് വീക്ഷിക്കണം, സാക്ഷിഭാവത്തിൽ നിരീക്ഷിക്കണം. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ സാക്ഷിഭാവത്തിൽ മാറി നിൽക്കുന്നു. അതാണ് അഹം സാക്ഷീതി വിദ്യാത് വിവിച്യൈവം പുനഃ സഹ ഏവ മുക്തഃ സഹ വിദ്വാൻ ഇതി വേദാന്ത ഡിണ്ടിമഃ. വേദാന്തത്തിലെ പെരുമ്പറ ഘോഷം അഹം സാക്ഷി. നമ്മൾ സാക്ഷി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, അത് കേട്ടുകൊണ്ടിരുന്നാൽ പോരാ. നിങ്ങളെ ആ സാക്ഷിഭാവത്തിലേക്ക് നിങ്ങൾ അനുഭൂതമാക്കണം. അതാണ് അദ്വൈതാനുഭൂതി. നമ്മൾ അദ്വൈതാനുഭൂതിയെ ആണ് വിചാരം ചെയ്യുന്നത്. ആ അദ്വൈതാനുഭൂതി നിങ്ങളിലുണ്ടാകണം. രണ്ടില്ലാത്ത ഒരു നില. രണ്ടായിട്ട് നിങ്ങൾ കാണുമ്പോൾ രണ്ടില്ലാത്ത ഒരു നില നിങ്ങളിലുണ്ട് എന്ന് കാണണം. നദി ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നദിക്ക് ഇരു കരകളുണ്ട്. ആ ഇരു കരകളും ദ്വൈതം. എന്നാൽ ആ ഇരു കരകളും നദിയുടെ ആഴങ്ങളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയായിരിക്കുന്നത്? ഏകമായിട്ടിരിക്കുന്നു, അദ്വൈതം, ഇല്ലേ? നദിയുടെ രണ്ട് കരകളും ദ്വൈതം. അപ്പോൾ ആ രണ്ടായിട്ടിരിക്കുന്ന ദ്വൈതഭാവം അദ്വൈതഭാവത്തിലുള്ളതാണ്. ആ അദ്വൈതഭാവം നദിയുടെ ആഴങ്ങളിൽ ഏകമായിട്ടിരിക്കുന്നു. ആ ഭാവം നിങ്ങളെപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിർത്തണം. അതുപോലെ രണ്ടായിട്ടിരിക്കുന്ന നിങ്ങളിലെ ആ ഏകമായ വസ്തു
ഏക ഏക ഏവ ഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത. സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കാണപ്പെടുന്ന ആ ഏകമായ വസ്തു, അതാണ് നമ്മളിവിടെ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന മന്ത്രം. അത് അവിടെ നിൽക്കുകയാണ്. എത്രയോ ദിവസങ്ങളായി നമ്മൾ പറഞ്ഞിട്ട്. പര്യങ്ക രജ്ജുരന്ധ്രേഷു നാനേവൈകാപി സൂര്യഭ. കയറുകൊണ്ട് വരിഞ്ഞിരിക്കുന്ന കട്ടിലിൽ കൂടി സൂര്യപ്രകാശം താഴോട്ട് പതിക്കുമ്പോൾ താഴെ അനവധി ദ്വാരങ്ങളായിട്ട് കാണപ്പെടുന്നുണ്ട്. ആ കയറ് വരിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ട് വരിഞ്ഞിരിക്കുന്ന കട്ടിലിൽ കൂടി പ്രകാശം താഴോട്ട് പതിക്കുമ്പോൾ, അതിൻ്റെ കണ്ണറകളിൽ കൂടി പ്രകാശം താഴോട്ട് പതിക്കുമ്പോൾ നമുക്ക് കട്ടിലിൻ്റെ അടിയിൽ ഒരുപാട് രൂപങ്ങൾ കാണാൻ സാധിക്കും. പ്രകാശ രൂപങ്ങൾ കാണാൻ സാധിക്കും. പ്രകാശവൃത്തങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ ആ സൂര്യപ്രകാശം വൃത്തരൂപത്തിൽ അനവധികളായിട്ട് ഇരിക്കുന്നില്ല, അത് ഏകമായിട്ടാണ് ഇരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. പര്യങ്ക രജ്ജുരന്ധ്രേഷു നാനേവൈക അപി സൂര്യഭ ഏകോ അപി അനേകവദ്ഭാതി. ആ സൂര്യപ്രകാശം ഏകമായിട്ടിരിക്കുകയാണെങ്കിലും ആ ഉപാധിയിൽ കൂടി കടന്നു വരുമ്പോൾ അനേകമായിട്ട് കട്ടിലിനടിയിൽ കാണപ്പെടുന്നു. അതുപോലെ തഥാ ക്ഷേത്രേഷു സർവഗഃ, സർവക്ഷേത്രങ്ങളിലും സർവശരീരങ്ങളിലും കൂടി കടന്നു പോകുന്ന ആ ആത്മസ്വരൂപം, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ ആത്മസ്വരൂപം, ആ സാക്ഷിസ്വരൂപം ഏകം. ഓരോ ശരീരത്തിൽ കൂടിയും അത് കടന്നു പോകുമ്പോൾ അനവധിയായിട്ട് നമുക്ക് തോന്നപ്പെടുമെങ്കിലും എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം അവൻ്റെ ശരീരത്തിലും അവളുടെ ശരീരത്തിലും ഹിന്ദുവിൻ്റെ ശരീരത്തിലും ക്രിസ്ത്യാനിയുടെ ശരീരത്തിലും മുസൽമാൻ്റെ ശരീരത്തിലും ഒക്കെ ഇരിക്കുകയാണെങ്കിലും അവ ഏകമാണ്. അതാണ് ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷഃ സാക്ഷി ചേത കേവലോ നിർഗുണശ്ച. ആ സാക്ഷി സ്വരൂപം ഇങ്ങനെ വെറുതെ കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ. ആ സാക്ഷി സ്വരൂപത്തെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അടർത്തി മാറ്റി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയോഗമാണ് നമ്മൾ ആ വിജ്ഞാന ഭൈരവ തന്ത്രത്തിലൂടെ ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്തത്. അതിന് ഓഷോ ഏതാണ്ട് ദ ബുക്ക് ഓഫ് സീക്രട്സ് എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ 112 എക്സസൈസുകൾ കൊടുത്തിട്ടുണ്ട്. ഏതെല്ലാം തരത്തിൽ ആ മാർഗത്തിലേക്ക് നീങ്ങുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ മനസ്സിലാക്കാമോ ബോധിപ്പിക്കാമോ അതിനു വേണ്ടിയിട്ട് ഓഷോ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഈ പറഞ്ഞത് ദ അൺവൈൻഡിങ്, അഴിക്കൽ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉറങ്ങുന്നത് വരെയുള്ള സമയത്തേക്ക് നിങ്ങൾ നീങ്ങരുത്. അതെന്താണ്? മുറുക്കലാണ്. വീണ്ടും നമ്മൾ മനസ്സിനെ പിന്നിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ഉറങ്ങാൻ സമയത്ത് ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള സമയത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ വീണ്ടും മുറുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് മുറുക്കലല്ല, അഴിക്കലാണ്. അങ്ങനെ അഴിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകുന്നുണ്ട്. നമ്മൾ നടന്നു പോകുന്ന അവസരത്തിൽ സുന്ദരിയായ ഒരു സ്ത്രീയെ കാണുന്നു. ഇങ്ങനെ ഒരാളെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് ഒരു ചെറുപ്പക്കാരന് തോന്നുകയാണെങ്കിൽ തോന്നി, അത് കഴിഞ്ഞ് അയാൾ നടന്നങ്ങ് പോകുന്നു. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷേ മനസ്സിനകത്ത് ആ തോന്നലുണ്ടായി, അത് അപ്പോൾ തന്നെ മനസ്സിനകത്ത് കിടക്കുകയാണ്. നടന്നു പോകുമ്പോൾ നിങ്ങൾ നല്ല ഒരു വീട് കണ്ടു. വീട് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നി ഇതുപോലൊരു വീട് എനിക്കും കിട്ടണം. തീർന്നു. പിന്നെ കൂടുതൽ ചിന്തയൊന്നുമില്ല. അങ്ങനെ ഒരു ചിന്തയുണ്ടായി, അതും മനസ്സിനകത്ത് കിടക്കുകയാണ്. പെട്ടെന്നൊരു കാറ് മുന്നിൽ വന്നു നിന്നു. കൊള്ളാം, നല്ല കാറ്, ഇതുപോലൊരു കാറ് വാങ്ങിക്കണം.
ഇവിടെ ഒരു പഴയ സ്കൂട്ടറുമായിട്ടാണ് അവൻ നടക്കുന്നത്. ഒരു കാറ് കണ്ടപ്പം അതുപോലെയുള്ളൊരു കാറ് വാങ്ങിക്കണം ഒരാഗ്രഹം. ആ തരത്തിലുള്ള പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ മനസ്സിൽ നിറഞ്ഞു കിടക്കുമ്പോൾ അത് രാത്രിയിൽ ഉറക്കത്തിന് തടസ്സമായിട്ട് വരും. ഇതെല്ലാം തികട്ടി വന്നുകൊണ്ടിരിക്കും, ഉറക്കത്തിന് തടസ്സമായിരിക്കും. ഇങ്ങനെ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. ഒരു ദിവസം ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ആയിരക്കണക്കിന് കാര്യങ്ങളാണ് കാരണമില്ലാതെ ഉണ്ടായി നിങ്ങളുടെ ഉള്ളിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ദിവസത്തെ കാര്യം ഇതാണെങ്കിൽ ഒരു ജന്മത്തിലെ കാര്യം എന്തോ ആയിരിക്കും. ജനിച്ചത് മുതൽ മരണം വരെയുള്ള ആ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ളതെല്ലാം ഇതുപോലെ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം നിങ്ങളുടെ സ്വത്തായിട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസത്തെ കാര്യം ഏതു പ്രകാരമാണോ നിങ്ങൾ അഴിച്ചു കൊണ്ടുവരുന്നത്, അങ്ങനെ അഴിച്ചു കൊണ്ടുവരുന്നതിലൂടെ പൂർത്തിയാക്കപ്പെടാനിടയില്ലാത്ത എങ്കിലും ആഗ്രഹിച്ചു പോയിട്ടുള്ള അനവധി ആഗ്രഹങ്ങളെല്ലാം നമ്മൾ പിന്നിലേക്ക് പോകുന്ന അവസരത്തിൽ അതെല്ലാം നിങ്ങൾ കാണണം. പിന്നിലേക്ക് പോകുന്ന അവസരത്തിൽ ഇതെല്ലാം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരണം. ഒന്നും വിടരുത്. ഒന്നും വിടാതെ എല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതിൽ കൂടെ നിങ്ങൾ പിന്നിലേക്ക് പോകുമ്പോൾ അത് അഴിഞ്ഞു പോകുന്നു. എന്തെല്ലാം നിറവേറ്റപ്പെടാത്ത ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിൽ മുറുക്കപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം നിങ്ങളുടെ അസ്വസ്ഥതയ്ക്ക് കാരണമാണ്. അതിനെയെല്ലാം മനസ്സിൽ നിന്ന് അഴിച്ചു കളയുന്നതിന് വേണ്ടിയാണ് ഈ അൺവൈൻഡിങ്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഉറങ്ങാൻ സമയത്ത് എന്ത് സംഭവിച്ചോ അത് മുതൽ രാവിലെ ഉണർന്നത് വരെയുള്ള സമയത്തേക്ക് ഒന്നും വിടാതെ ഒന്നൊന്നായിട്ട് നിങ്ങൾ മനസ്സാകുന്ന സ്ക്രീനിലേക്ക് കൊണ്ടുവന്ന് അതിനെ നിരീക്ഷിക്കുകയാണെങ്കിൽ, വീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളവിടെ ആരായിരിക്കുകയാണ്? സാക്ഷി. നിങ്ങളെ സാക്ഷിയായിട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇത് ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഓരോ ദിവസത്തെയും കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരാൾ നിങ്ങളെ ശകാരിച്ചു, പെട്ടെന്ന് ദേഷ്യപ്പെടാൻ തുടങ്ങുമ്പോൾ, ദേഷ്യപ്പെടാൻ തോന്നുന്ന സമയത്ത് തന്നെ ആ സാക്ഷിഭാവത്തിൽ നിങ്ങൾ ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നത്, ഞാൻ ദേഷ്യപ്പെടാൻ പോവുകയല്ലേ, ഉടനെ ആ സാക്ഷി നിങ്ങളിൽ പ്രകടമാകും. ആ സാക്ഷിബോധം നിങ്ങളിൽ പ്രകടമാകുമ്പോൾ നിങ്ങൾ ആ ദേഷ്യപ്പെടുന്നവനിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ദേഷ്യപ്പെടൽ ഉണ്ടാവുകയില്ല. കാരണം നിങ്ങൾ സാക്ഷിഭാവത്തിലേക്ക്, അതായത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും അഴിച്ചു കളയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ പൂർണ്ണമായിട്ടും സാക്ഷിഭാവത്തിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ കാര്യങ്ങളെ സാക്ഷിഭാവത്തിൽ നമുക്ക് അഴിച്ചു കളയാൻ സാധിക്കുമെങ്കിൽ കർമ്മം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവായിരിക്കുന്ന സമയത്തും ആ സാക്ഷിയെ നിങ്ങളെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കും. കർമ്മം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ആ കർമ്മത്തിനും സാക്ഷിയായിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന അവസരത്തിൽ തെറ്റായ കർമ്മങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല. അവിടെ നിങ്ങളെ തന്നെ തടുത്തു നിർത്താൻ സാധിക്കും. സാക്ഷി, ആ സാക്ഷിഭാവത്തിന് കൂടുതൽ ശക്തി കൊടുക്കണം. കൂടുതൽ ശക്തി കൊടുക്കണമെങ്കിൽ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യണം.
ഇതുപോലെ നിങ്ങൾക്ക് മുൻ ജന്മങ്ങളിലേക്കും കടന്നു പോകാൻ സാധിക്കും. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ബുദ്ധൻ, മഹാവീരൻ, അവരൊക്കെ ഇത് ചെയ്തവരാണ്. അതുകൊണ്ടാണ് പുനർജന്മമുണ്ട് എന്ന് അവർ പറയുന്നു. കാരണം അവർ പുനർജന്മത്തിലേക്ക് കടന്നുപോയി ഈ അൺവൈൻഡിങ്ങിലൂടെ. ഇപ്പോൾ ഒരു ദിവസത്തെ നിങ്ങൾ അൺവൈൻഡിങ് എന്ന് പറയുന്നത് ഉറങ്ങാൻ കിടക്കുന്ന സമയം മുതൽ ഉണർന്നതുവരെയുള്ള സമയത്തേക്കാണ് നിങ്ങൾ അൺവൈൻഡിങ് നടത്തുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് അതിനുശേഷം നല്ല ഉറക്കം കിട്ടും. അപൂർണമായി കിടക്കുന്ന മാനസികമായ അസ്വസ്ഥ മേഖലകളെല്ലാം അഴിയപ്പെട്ടിരിക്കും. നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ടും ശാന്തമായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് പിന്നിലേക്ക് വാർദ്ധക്യം, യൗവനം, ബാല്യം, കൗമാരം, ശൈശവം, ഈ തരത്തിൽ നിങ്ങൾക്ക് അൺവൈൻഡിങ് നടത്താം. അത് രാത്രി തന്നെ വേണമെന്നില്ല. എപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടുന്ന അവസരത്തിൽ, എവിടെയെങ്കിലും വെറുതെ കിടക്കുന്ന അവസരത്തിൽ, വെറുതെ ഇരിക്കുന്ന അവസരത്തിൽ, കാറ്റ് കൊള്ളാൻ കടപ്പുറത്തോ വല്ലതും പോയി കിടക്കുന്ന അവസരത്തിൽ, ഏതെങ്കിലും മരത്തിൻ്റെ തണലിൽ കിടന്നുകൊണ്ട് നിങ്ങൾക്ക് പിന്നിലേക്ക് വാർദ്ധക്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും കൗമാരത്തിലേക്കും ബാല്യത്തിലേക്കും ഒക്കെ ശൈശവത്തിലേക്കും ഒക്കെ പോകാൻ സാധിക്കും. അവിടെയും ഏതെല്ലാം തരത്തിലുള്ള അസ്വസ്ഥതകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ, അപൂർണതകൾ ഉണ്ടായിട്ടുണ്ടോ, നമ്മുടെ മനസ്സിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ആ പ്രശ്നങ്ങളെല്ലാം അഴിയപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ പോയാൽ ഏതുവരെ പോകാൻ സാധിക്കും? ഏതാണ്ട് 5 വയസ്സ് വരെ പോകാൻ സാധിക്കും. ഓർമ്മ. ചിലർക്ക് കൂർമ്മ ബുദ്ധിയുള്ളവർക്കാണെങ്കിൽ 3 വയസ്സ് വരെ പോകാൻ സാധിക്കും. അതിനപ്പുറത്തോട്ട് പോവുകയില്ല. അതിനപ്പുറത്തോട്ട് പോകണമെങ്കിൽ ആ 5 വയസ്സിൽ അല്ലെങ്കിൽ 3 വയസ്സിൽ ഏതാണോ അവസാനമായിട്ട് നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചു നിൽക്കുന്നത് അതിനെ തന്നെ വിചാരം ചെയ്തുകൊണ്ട് ഇരുന്നാൽ, ഉറക്കത്തിൽ അതിനെ തന്നെ വിചാരം ചെയ്തുകൊണ്ട് കിടന്നാൽ, അതിൽ തന്നെ നമ്മുടെ ശ്രദ്ധ ഉറങ്ങുന്നതുവരെ, ഉറക്കം വരുന്നതുവരെ തുടർന്ന് നിലനിർത്തിക്കൊണ്ടിരുന്നാൽ, നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ 3 വയസ്സിനപ്പുറത്തേക്ക് ഉള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. നമ്മുടെ മനോമുകുരത്തിൽ പ്രകാശിക്കും. അത് ഒരു ചൂണ്ട പോലെ കൊളുത്തി ഇങ്ങെടുക്കും. അങ്ങനെ കിട്ടുന്ന ആ ഭാവത്തെ വീണ്ടും നിങ്ങൾ വിചാരം ചെയ്തുകൊണ്ടിരുന്നാൽ, ഉറങ്ങാൻ കിടക്കുന്ന അവസരത്തിൽ വിചാരം ചെയ്തുകൊണ്ടിരുന്നാൽ, അതിനും അപ്പുറത്തേക്ക് 3 വയസ്സും കഴിഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്നതായിട്ട് ഉള്ള അറിവ് നമുക്ക് കിട്ടും. അതും വിചാരം ചെയ്തുകൊണ്ടിരുന്നാൽ അതിൻ്റെയും പിന്നിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. പിന്നിലേക്ക് പോയി എങ്ങോട്ടാണ് പോകുന്നത്? കഴിഞ്ഞ ജന്മത്തിലെ മരണത്തിലേക്ക് നിങ്ങളെത്തും. അല്ലേ? കഴിഞ്ഞ ജന്മത്തിലെ മരണത്തിലേക്ക് നിങ്ങളെത്തും. അങ്ങനെ എത്തിയ അറിവിൻ്റെ നിലയിൽ നിന്നാണ് ബുദ്ധനും മഹാവീരനുമൊക്കെ പുനർജന്മം ഉണ്ട് എന്ന് തറപ്പിച്ച് പറയുന്നത്. അല്ലാതെ ചുമ്മാ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അറിഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്കും അങ്ങോട്ട് കടന്നു പോകാൻ സാധിക്കും. ആ മരണസമയത്തെ കണ്ടാൽ ആ മരണസമയത്ത് നിന്ന് പിന്നിലേക്ക് ഇതുപോലെ നിങ്ങൾ പിന്നിലേക്ക് നീങ്ങുകയാണെങ്കിൽ ആ ജീവിതത്തിലെ വാർദ്ധക്യം, യൗവനം,
ബാല്യം, കൗമാരം, ശൈശവം തുടങ്ങി പിന്നിലേക്ക് പോകാൻ സാധിക്കും. വീണ്ടും ഇതുപോലെ അങ്ങനെ ജന്മാന്തരങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും എല്ലാവർക്കും. ഇതൊന്നും കള്ളത്തരങ്ങളല്ല, നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഒരു ദിവസത്തെ കാര്യം നിങ്ങൾ അഴിച്ചെടുത്ത് നോക്കൂ. ഒറ്റ ദിവസത്തെ കാര്യം നിങ്ങൾക്ക് എത്രമാത്രം സുഖം കിട്ടും. നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ, അസുഖങ്ങൾ പലതും ശാരീരികമല്ല, പലതും മാനസികമായ അസ്വസ്ഥതകളാണ് പലരെയും ബാധിച്ചിരിക്കുന്നത്. മാനസികമായ അസ്വസ്ഥതകൾ ഇതെല്ലാം ഈ അൺവൈൻഡിങ്ങിലൂടെ ഇല്ലാതാകും. അപ്പോൾ ആ സാക്ഷിഭാവത്തിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിക്കണം. അതാണ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്നത്. ഉദ്ധരേതാത്മനാത്മാനം. ആ പദ്യം എനിക്കറിയാം. എന്ത് പ്രയോജനം അറിഞ്ഞിട്ട്? നിങ്ങളെ ആ സാക്ഷിഭാവത്തിലേക്ക് ഉദ്ധരിപ്പിക്കണം. അതിനുള്ള പ്രാക്ടിക്കലാണ് ഈ പറഞ്ഞത്. എന്നാൽ നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ഗ്രഹിച്ച് മനസ്സിലാക്കി ബോധിച്ച് ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ അല്ല. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് എന്നിൽ സദാ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ജ്യോതി സ്വരൂപമാണ്, ആ സാക്ഷി ചൈതന്യമാണ് എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് ബോധിച്ച് അതാണ് താൻ എന്ന് സ്വയം ഡിക്ലെയർ ചെയ്യാനുള്ള ശ്രദ്ധ ആരിൽ ഉണരുന്നുണ്ടോ അവർക്ക് ഈ അഴിക്കലും വേണ്ട, കുരുക്കിടലും വേണ്ട, ഒന്നും വേണ്ട. ഒന്നും വേണ്ട. ആ അറിവ് നിങ്ങൾക്ക് നിങ്ങളിൽ സ്വായത്തമാക്കാൻ കഴിയും. കേൾക്കുന്ന നിമിഷം തന്നെ 1000 കൊല്ലമായിട്ട് ഇരുൾ നടന്നു കിടക്കുന്ന മുറിയിൽ സ്വിച്ചിട്ടാൽ 1000 വർഷം വേണോ പ്രകാശം പരക്കാൻ? സ്വിച്ചിടുന്ന സമയത്ത് പ്രകാശം പരക്കും. അതുപോലെ ഈ അറിവ് നിങ്ങൾക്ക് ഗ്രഹിക്കാനുള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ എന്താ ഇല്ലാത്തത്? നമ്മൾ ഉദാഹരണം പറയുന്നില്ലേ, വലത് കൈയിൽ വിഷവും ഇടത് കൈയിൽ അമൃതും തന്നിട്ട് വലത് കയ്യിലിരിക്കുന്നത് വിഷമാണെന്നും ഇടത് കയ്യിലിരിക്കുന്നത് അമൃതാണെന്നും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ നിങ്ങൾ ഏതാ കഴിക്കുന്നത്? വലത് കയ്യിലിരിക്കുന്ന വിഷത്തെ ദൂരെ കളയും. ഇടത് കൈയാണെന്ന് പറഞ്ഞ് നമ്മൾ ഇടത് കയ്യിലിരിക്കുന്നത് അമൃതാണെന്ന് നമുക്ക് ബോധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഭുജിക്കും. അതാണ് തിരിച്ചറിവ്. ആ തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ട്. ആർക്കാ ഇല്ലാത്തത്? നിങ്ങളുടെ കയ്യിൽ അമൃതും വിഷവും തന്നാൽ 2 കയ്യിലും അമൃതും വിഷവും വെച്ച് തരുന്നു. വലത് കയ്യിലിരിക്കുന്നത് വിഷമാണെന്നും ഇടത് കയ്യിലിരിക്കുന്നത് അമൃതാണെന്നും നിങ്ങളെ ബോധിപ്പിച്ചാൽ നിങ്ങൾ ഇടത് കയ്യിലിരിക്കുന്ന അമൃത് തന്നെ ഭുജിക്കും, വലത് കയ്യിലിരിക്കുന്ന വിഷം ഒരിക്കലും ഭുജിക്കുകയില്ല. എന്തുകൊണ്ട്? തിരിച്ചറിവ്. ആർക്കാ ഇല്ലാത്തത്? എല്ലാവർക്കുമുണ്ട്. ഇവിടെ ഇരിക്കുന്നവരല്ല, ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും ആ തിരിച്ചറിവുണ്ട്. അവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ ഒരു വ്യത്യാസവുമില്ല. പക്ഷേ മനുഷ്യ ശരീരത്തിലായിരിക്കണം. പട്ടി, പൂച്ച, മാക്രി, എലി, പുലി ഇവർക്കൊന്നും പറ്റില്ല. മനുഷ്യ ശരീരത്തിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും തൻ്റെ യഥാർത്ഥ സ്വരൂപം ഇന്നതാണ് എന്ന് ബോധിച്ച് ആ ഭാവത്തിലേക്ക് തന്നെ ഉദ്ധരിപ്പിക്കാൻ സാധിക്കും. അതാണ് സത്സംഗത്തിൻ്റെ മഹത്വം. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. ആ നിശ്ചലതത്വം എന്താ? നിശ്ചലതത്വമായിരിക്കുന്നത് എന്തുകൊണ്ടാ? നിശ്ചലതത്വം സർവ്വ സ്ഥലങ്ങളിലും വ്യാപിച്ച് ഇനി വ്യാപിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് അത് നിശ്ചലമായിരിക്കുന്നു. ഏത്? എൻ്റെ ഉള്ളിൽ കൂടിയും
നിങ്ങളുടെ ഉള്ളിൽ കൂടിയും ഹിന്ദുവിൻ്റെ ഉള്ളിൽ കൂടിയും ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ കൂടിയും മുസൽമാൻ്റെ ഉള്ളിൽ കൂടിയും സർവ്വചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടിയും കടന്നു പോകുന്ന ആ സാക്ഷി ചൈതന്യം സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യൽസു അവിനശ്യന്തം യപശ്യതി സപശ്യതി. ആരാണോ അതിനെ കാണാതെ കാണുന്നത്, അതിനെ കാണാതെ കാണണം. നിങ്ങളുടെ ഉള്ളിലുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾ കാണുന്നത് ആരെയാണ്? നാമരൂപധാരിയായ എന്നെ, നിങ്ങളിലെ നിന്നെ. ആ നിങ്ങളിലെ നിന്നെയും നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം നിങ്ങളുടെ ഉള്ളിലുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ല. അതിനെയാണ് കാണേണ്ടത്. കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പേ ഈ ജീവിതം ഇല്ലാതായിത്തീരും. കഴിഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം എത്രയോ മരണങ്ങൾ. ശ്രുതി നമ്മുടെ മുണ്ടക്കൈ ഉരുൾപൊട്ടിയ സ്ഥലത്ത് അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം നഷ്ടപ്പെട്ട ഒരു ശ്രുതി. ആ ശ്രുതിയെ കെട്ടാനായിട്ട് ഒരു ജെൻസൺ തയ്യാറായി. കല്യാണമൊക്കെ ഉറപ്പിച്ചിരിക്കുകയാണ്. അവർ കുടുംബത്തോടൊപ്പം എങ്ങോട്ടോ പോയിട്ട് വരുന്ന വഴിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആ ജെൻസനും മരിച്ചിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ കഴിയാത്തതാണ്. ഓരോരുത്തരുടെയും ജീവിതം എപ്പോൾ അവസാനിക്കും എന്ന് കൃത്യമായിട്ട് നമ്മുടെ ഉള്ളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടൈം പീസിൽ ഏത് പ്രകാരമാണോ അലാം അടിക്കുന്നത് അതുപോലെ ആ കൃത്യസമയമാകുമ്പോൾ അടിച്ചിരിക്കും. ഇന്ന് രാത്രിയിലാണ് സ്വാമിയുടെ അവസാനമാകേണ്ടത് എങ്കിൽ തീർച്ചയായിട്ടും തീർന്നിരിക്കും. അല്ലേ? നിങ്ങളെ വെച്ച് പറഞ്ഞാൽ എന്നാലും നമ്മളെ വെച്ച് പറഞ്ഞു കളഞ്ഞല്ലോ എന്ന് തോന്നും. സ്വാമിയെ വെച്ച് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, കൃത്യം നടന്നിരിക്കും. അതുകൊണ്ട് ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താതെ ഈ അറിവിലേക്ക് നിങ്ങളെ ഉയർത്തിയിരിക്കണം. ഈ ഞാൻ ഭാവത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച് നിങ്ങളിൽ തന്നെ സദാ താൻ ഭാവത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുക. ദാറ്റ് ഈസ് സാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരം. വേറൊന്നുമല്ല ആത്മസാക്ഷാത്കാരം. ഈ കാഷായമിട്ട സന്യാസിമാരൊക്കെ ഒരുപാട് പേര് നടക്കുന്നുണ്ട്. എല്ലാവരും ഈ നിലയിലെത്തിയവരൊന്നുമല്ല. കാഷായമിട്ടാലൊന്നും അത് കിട്ടത്തില്ല, സ്വാമി ആയാലൊന്നും അത് കിട്ടത്തില്ല. അത് കിട്ടാൻ വേണ്ടി സ്വാമി ആകണമെന്നില്ല. നിങ്ങൾ കുടുംബത്തിൽ ഭാര്യ, ഭർത്താവ്, മക്കൾ, ഉദ്യോഗം, ബന്ധുമിത്രാദികൾ, ഇവരുമായിട്ടൊക്കെ സമൂഹം, ഇവരുമായിട്ടൊക്കെ സഹകരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എന്നിൽ യഥാർത്ഥത്തിലുള്ള ഞാൻ ഇതല്ല, ഇതിനകത്ത് ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന തന്നിലെ താൻ, ആ സാക്ഷി ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് സദാസമയവും ആ വിചാരം തൻ്റെ ഉള്ളിൽ നിലനിർത്തുക. സഹ അഹം സോഹം 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 സോഹം. ആ മന്ത്രം ഉരുവിടുക. ആ മന്ത്രം ഉരുവിടുന്നത് എന്തിനു വേണ്ടിയാണ്? ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്നത് അതാണ് എന്ന് സ്വയം ബോധിക്കുന്നതിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഉറപ്പോടുകൂടി ഞാൻ അതാണ് എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ മന്ത്രമാകുന്ന ഊന്നുവടിയുടെ ആവശ്യമില്ല. മന്ത്രം ഒരു ഊന്നുവടി, ഒരു ഉപാധി, ആ ഭാവം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപാധി. നിങ്ങൾക്ക് ആ ഭാവം സദാ നിങ്ങൾ ഉറപ്പോടുകൂടി നിലനിർത്താൻ സാധിക്കുമെങ്കിൽ മന്ത്രത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഈ ഭാവം നിങ്ങൾ നിലനിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ, പല കാര്യങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതങ്ങ് മറന്നുപോകും. അതുകൊണ്ടാണ് സദാസമയത്തും, അതുകൊണ്ടാണ് രാമമന്ത്രമൊക്കെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്.
ആ രൂപത്തിൽ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മന്ത്രം കൊടുക്കുന്നത്. രാമ 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 എന്ന് മന്ത്രം ചൊല്ലുന്നത്. ഭക്തിമാർഗത്തിൽ ആ ഈശ്വര സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്. നമ്മളിവിടെ അതിൻ്റെയൊക്കെ മുകളിലുള്ള ഭാവത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെക്കുറിച്ച് സംസാരിക്കാത്തത്. നമ്മൾ ജ്ഞാനമാർഗത്തിലാണ്. ആ ജ്ഞാനമാർഗത്തിലൂടെയാണ് മോക്ഷം കിട്ടുന്നത്. ഭക്തിമാർഗത്തിലൂടെ മോക്ഷം കിട്ടുമോ എന്ന് ചോദിച്ചാൽ, ഭക്തിമാർഗത്തിൽ തുടരുന്നവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് കിട്ടും എന്നൊക്കെ പറയും. കിട്ടില്ല. കിട്ടിയവരുണ്ടല്ലോ. ആരാ കിട്ടിയത്? അത് ശബരിയില്ലേ? ശബരിക്ക് കിട്ടിയോ? ശബരി ശ്രീരാമചന്ദ്രനെ സദാ വിചാരം ചെയ്ത് ആ ശ്രീരാമലോകത്തേക്കെത്തി, ആ ദേവലോകത്തേക്കെത്തി. അല്ല, അത് സാക്ഷാത്കാരമല്ല. ആ ദേവലോകത്ത് അവർ കഴിയുന്നതുവരെ ഇവർക്കും അവിടെ കഴിയാൻ സാധിക്കും. അതുവരെ ഇവർക്ക് പുനർജന്മമില്ല. അവരുടെ കാലം കഴിയുമ്പോൾ വീണ്ടും പഴയ നിലയിലേക്ക് തന്നെ വരും. വീണ്ടും ഒന്നേന്ന് തുടങ്ങണം. പക്ഷേ ജ്ഞാനമാർഗത്തിലേക്ക് നീങ്ങുന്ന ആൾ തൻ്റെ യഥാർത്ഥ സ്വരൂപം ഇതാണ് എന്ന് തിരിച്ചറിയുന്ന ഒരാൾ, അയാൾ ഏതെങ്കിലും ദേവന്മാരെ പിന്നിടുകയല്ല, ഏതെങ്കിലും ദേവന്മാരുടെ ലോകത്തിലേക്കല്ല പോകുന്നത്. അയാൾ സ്വയം ബ്രഹ്മമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സ്വയം ബ്രഹ്മം. നിങ്ങൾ സ്വയം ബ്രഹ്മമായിട്ടിരുന്നിട്ടും അതറിയാതെ നാമരൂപത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ ഞാനാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് വിചാരിച്ച് ഭ്രമിച്ച് അതിൽ വശരായിരിക്കുകയാണ്. അതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ എത്ര പെട്ടെന്ന് മാറ്റാൻ കഴിയുമോ? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ജീവിതം അവസാനിക്കുകയാണ്. എണ്ണ തീർന്നാൽ തിരി അണയും. ആയുസ് തീർന്നാൽ തീർന്നു. ശരീരത്തിൽ നിന്ന് പിരിയേണ്ടി വരും. ഏത് നിമിഷമാണെന്ന് പറയാനൊക്കില്ല. ഏത് നിമിഷവും അത് സംഭവിക്കാം. അതുകൊണ്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ ഇപ്പോൾ മുതൽ ഒരുത്തരുടെയും അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കണ്ട. ഞാൻ വീട്ടിലെ ഭാര്യയോട് അനുവാദം ചോദിക്കണം, അല്ലെങ്കിൽ ഭർത്താവിനോട് അനുവാദം ചോദിക്കണം. അവരൊന്നും അനുവാദം തരില്ല. എല്ലാവരും സ്വാർത്ഥരാണ്. എല്ലാവരും. അമ്മയുടെ ജീവൻ പോകുന്നു എന്ന സമയമാകുമ്പോൾ കയ്യിലിരിക്കുന്ന മകനെ ദൂരെ എറിയേണ്ടി വരും. അവരവരുടെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതൊന്നും അവരുടെ കുറ്റം കൊണ്ടൊന്നുമല്ല. അതൊക്കെ സ്വാഭാവികമാണ്, സഹജമാണ്. അതുകൊണ്ട് ബുദ്ധിപൂർവം ഓരോരുത്തരും ഒരു നിമിഷം പോലും പാഴാക്കാതെ ഞാനെന്ന് പറയുന്നത് ആ ശുദ്ധ സ്വരൂപം. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും ഇല്ലേ, നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന അവസരത്തിലും നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങാതെ ഉണർവോടുകൂടി ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് നിങ്ങളിൽ സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് ആ ഭാവത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ സദാ നിലനിർത്തണം. സദാ. അതാണ് സദാശിവം. ആ ഭാവത്തിലേക്ക് നിങ്ങൾ സദാ നിങ്ങളുടെ ശ്രദ്ധയെ നിലനിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം പറയാം, ഞാൻ സദാശിവമാണ്. സദാശിവം. ശിവം, ആ മംഗളസ്വരൂപം, ആ സാക്ഷി ചൈതന്യത്തെയാണ് ശിവം എന്ന് പറയുന്നത്. മംഗളസ്വരൂപം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം. അതിനെക്കുറിച്ച് ബോധവാനായി കഴിയുന്ന ഒരാൾ മറ്റൊരാളിനെയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയില്ല. എന്തുകൊണ്ട്? താൻ തന്നെയാണ് സർവവ്യാപിയായിരിക്കുന്നത്.
എന്നിലെ താൻ തന്നെയാണ് അവനിലെയും താനായിരിക്കുന്നത്, അവളിലെയും താനായിരിക്കുന്നത്, ഹിന്ദുവിലെയും താനായിരിക്കുന്നത്, ക്രിസ്ത്യാനിയിലെയും താനായിരിക്കുന്നത്, മുസൽമാനിലെയും താനായിരിക്കുന്നത്. അവന് യാതൊരു തരത്തിലുള്ള ജാതിസ്പർദ്ധയോ മതസ്പർദ്ധയോ ഉണ്ടാവുകയില്ല. ഈ അറിവ് ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ, വേറെ ഇല്ല. അതാണ് സനാതന ധർമ്മത്തിൻ്റെ മഹത്വം. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. അവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ ഉള്ള യാതൊരു വ്യത്യാസവുമില്ല. അവർ എല്ലാ മതങ്ങളെയും സഹിഷ്ണുതയോടുകൂടി സ്വീകരിക്കുന്നവരാണ് ഹിന്ദുക്കൾ. ഒന്നിനെയും വെറുക്കില്ല. അങ്ങനെയാണോ മറ്റുള്ളവർ? അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഹിന്ദുക്കളെ എല്ലാവരും ചവിട്ടി മെതിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ യോജിപ്പില്ല. ഹിന്ദുക്കൾക്ക് തമ്മിൽ യോജിപ്പില്ല, പരസ്പരം വൈരമാണ്. മറ്റവർക്ക് അങ്ങനല്ല. അവർ ഒന്നായിട്ടാണ് കഴിയുന്നത്. ആ മതസ്ഥർ ഒന്നായിട്ടാണ് കഴിയുന്നത്. ആ മതത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാളിനെ ഉപദ്രവിച്ചാൽ അവർ കൂട്ടത്തോടെ അതിനെ നേരിടും. ഇവിടെ അങ്ങനല്ല. ഇവിടെ എന്താ പറയുന്നത്? അവനത് വേണം. ഇവിടെ ഒരുത്തൻ എന്തെങ്കിലും സംഭവിച്ചാൽ അവനത് വേണം, അല്ലേ പണ്ടേ അത് കിട്ടേണ്ടതായിരുന്നു. അതാണ് ഹിന്ദുക്കളുടെ സ്വഭാവമായിട്ടിരിക്കുന്നത്. അത് മാറണ്ടേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മാറേണ്ടതാണ്. അത് മറ്റുള്ളവരെ താഴ്ത്തിക്കൊണ്ടാകരുത്, മറ്റുള്ളവർ കാണിക്കും പോലെ ആകരുത്. എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള സഹിഷ്ണുതാ ബുദ്ധി നമുക്കുള്ളത് കൊണ്ട് അതിൻ്റെ നിലവാരത്തിലായിരിക്കണം നമ്മൾ അതിനെയും വീക്ഷിക്കേണ്ടത്. അതുകൊണ്ട് ആ സാക്ഷിയെ നിങ്ങൾ ശ്രദ്ധാപൂർവം തിരിച്ചറിഞ്ഞ് ഒരല്പം പോലും കാലതാമസം കൂടാതെ നിങ്ങൾ ആ സാക്ഷിഭാവത്തെ വളർത്തിക്കൊണ്ടുവരിക. അതിനാണ് അൺവൈൻഡിങ്. ഘടാവഭാസകോ ഭാനു ഘടനാശേ നശ്യതി, ദേഹാവഭാസഃ സാക്ഷി ദേഹനാശേ നശ്യതി. കുടത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യൻ, പ്രതിബിംബ സൂര്യൻ, കുടം നശിച്ചാലും നശിക്കാതിരിക്കുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ ചൈതന്യം, ആ സാക്ഷി ചൈതന്യം ശരീരം നശിച്ചാലും നശിക്കുകയില്ല. ഓരോ കുടത്തിലും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന, പ്രതിബിംബിച്ചു കൊണ്ടിരിക്കുന്ന ആ സൂര്യപ്രതിബിംബം ഏത് പ്രകാരമാണോ കുടം ഉടഞ്ഞാലും നശിക്കാതിരിക്കുന്നത്, സൂര്യൻ നശിക്കുന്നില്ല, പ്രതിബിംബമാണ് നശിക്കുന്നത്. അതുപോലെ നിങ്ങളും നശിക്കുമ്പോൾ, നിങ്ങളുടെ ശരീരം നശിക്കുമ്പോൾ നിങ്ങളിലെ ഞാൻ നശിക്കും, പ്രതിബിംബം. നശിക്കാതിരിക്കുന്നത് നിങ്ങളിലെ താൻ. ഇത് തിരിച്ചറിയണം. നിങ്ങളിൽ ഞാൻ നാമരൂപധാരിയായിരിക്കുന്ന ആ ഞാൻ നശിക്കും ശരീരത്തോടൊപ്പം. അതേ സമയത്ത് നിങ്ങളിലെ താൻ നശിക്കുകയില്ല. അതാണിവിടെ പറയുന്നത്. ഇത് ആത്മബോധോപനിഷത്തിലുള്ളതാണ്, ഋഗ്വേദത്തിലെയാണ്. ഘടാവഭാസകോ ഭാനു ഘടനാശേ നശ്യതി. സംസ്കൃതമാണെങ്കിൽ പോലും എത്ര എളുപ്പം. ഘടത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ സൂര്യൻ ഘടം നശിച്ചാലും കുടം പൊട്ടിയാലും നശിക്കാതിരിക്കുന്നത് പോലെ ഓരോ ശരീരത്തിലും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം ശരീരം നശിച്ചാലും നശിക്കുന്നില്ല. സർവഗഹ, സർവവ്യാപിയായ ആ ചൈതന്യം. അതാണ് സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. ആ പരമേശ്വര ചൈതന്യം. എന്താ പരമേശ്വര ചൈതന്യം? നിങ്ങളിലെ താൻ. ഈശ്വരനുണ്ടോ? ഉണ്ട്. എവിടെ? എന്നിലെ താൻ.
നാമരൂപധാരിയായിട്ട് ഈശ്വരനെ കാണരുത്. എവിടെയെങ്കിലും നാമരൂപധാരിയായിട്ട് ഈശ്വരൻ ഇരിക്കുന്നു എന്നാരും കരുതരുത്. ഈശ്വരൻ നാമരൂപരഹിതമായിട്ട് സർവവ്യാപിയായിട്ട് സർവശരീരങ്ങളിലും കുടികൊള്ളുന്നു. ആ ഈശ്വരനാണ് ഓരോരുത്തരിലും തന്നിലെ താനായിരിക്കുന്നത്, തന്നിലെ സാക്ഷിയായിരിക്കുന്നത്. ഈശ്വരനുണ്ടോ എന്ന് ചോദിച്ചാൽ തൻ്റെ ഇടമായിട്ട് നിങ്ങൾക്ക് പറയാം, ഉണ്ട്. എവിടെ? എൻ്റെ ഉള്ളിൽ എന്നിലെ താനായിരിക്കുന്നു, നിൻ്റെ ഉള്ളിൽ നിന്നിലെ താനായിരിക്കുന്നു, അവൻ്റെ ഉള്ളിൽ അവനിലെ താനായിരിക്കുന്നു. ഇത് മനുഷ്യനു മാത്രമേ തിരിച്ചറിയാനൊക്കൂ, അതിനെ പ്രാപിക്കാനും ഒക്കൂ. അതിനെ പ്രാപിക്കുന്നതാണ് സാക്ഷാത്കാരം. അതിനെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അദ്വൈതാനുഭൂതി വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഭാഗ്യവാന്മാർക്ക് മാത്രമേ ഈ അറിവ് കിട്ടുകയുള്ളൂ. ഇതാണ് പറയുന്നത്, ശ്രവണായപി ബഹുബേറിയോ ന ലഭ്യ. കേൾക്കാൻ പോലും കിട്ടുകയില്ല, കേട്ടാലോ മനസ്സിലാക്കാൻ കഴിയില്ല. എങ്കിലും നമുക്കിവിടെ ഇരുന്ന് ഇത് കേൾക്കാനുള്ള അവസരം കിട്ടിയിരിക്കുന്നു. അത് കേട്ട് ബോധിച്ച് നിങ്ങളിലെ ഞാനിൽ നിന്ന് നിങ്ങളെ സ്വയം വിടർത്തി നിങ്ങളിലെ താനിൽ ചേക്കേറണം, താനായിട്ട് മാറണം. നിങ്ങളിൽ ഇപ്പോൾ അന്യമായിരിക്കുന്നു. ഞാനായിരിക്കുന്നിടത്തോളം കാലം നിങ്ങളിൽ അന്യമായിരിക്കുന്നു. നിങ്ങളിലെ സ്വത്വമാണ് നിങ്ങളിലെ ഞാൻ, നിങ്ങളിലെ അസ്തിത്വമാണ് നിങ്ങളിലെ താൻ. നിങ്ങളിലെ സ്വത്വം നിങ്ങളിലെ ഞാൻ, നിങ്ങളിലെ അസ്തിത്വം നിങ്ങളിലെ താൻ. ആ അസ്തിത്വത്തിലേക്ക് അസ്ഥി ഉണ്ട്. നിങ്ങളിൽ ഉള്ളതെന്താണ്? അതാണ്. അതില്ലെങ്കിൽ നിങ്ങളിലെ സ്വത്വം ഇല്ല, ഞാനില്ല. ഞാൻ നിലനിൽക്കണമെങ്കിൽ ആ അസ്തിത്വം ഉണ്ടായിരിക്കണം, ആ ഉള്ള വസ്തു ഉണ്ടായിരിക്കണം. നിങ്ങളിലെ ഉണ്മ, ഉള്ളതായിട്ടുള്ള വസ്തു അതുണ്ടായിരിക്കണം. അതാണ് തന്നിലെ താൻ എന്ന് തിരിച്ചറിഞ്ഞ് നിരന്തരമായിട്ട് അതിന് നിങ്ങൾ ആ പ്രാക്ടീസ് ചെയ്തു നോക്കണം. നിങ്ങളെ സാക്ഷിഭാവത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള, കേട്ടതുകൊണ്ട് മാത്രമായില്ലല്ലോ. വെറുതെ കേട്ടുകൊണ്ട് ഈ കാതിൽ കൂടെ കേട്ട് ഈ കാതിൽ കൂടെ വിട്ടാൽ പോലെ നിങ്ങളെ സാക്ഷിഭാവത്തിലേക്ക് മാറ്റി നിർത്തുന്നതിനുള്ള ആ പ്രക്രിയയാണ് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരു ദിവസത്തെ ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള സർവസംഭവങ്ങളും ഒന്നുപോലും വിടാതെ എല്ലാം മനോമുകുരത്തിലേക്ക് കൊണ്ടുവരിക, മനസ്സാകുന്ന സ്ക്രീനിലേക്ക് കൊണ്ടുവരിക. എല്ലാത്തിനെയും നിരീക്ഷിക്കുക, സാക്ഷിഭാവത്തിൽ നിരീക്ഷിക്കുക. ആ നിരീക്ഷകൻ ആരാണ്? നിങ്ങളിലെ സാക്ഷി. നിരീക്ഷിക്കപ്പെടുന്നത് ആരെയാണ്? നിങ്ങളിലെ ഞാൻ. നിരീക്ഷിക്കുന്നത് ആരാണ്? നിങ്ങളിലെ താൻ. എപ്പോഴും നിങ്ങൾ ഓർക്കുക, നിങ്ങളിലെ ഞാനല്ല, നിങ്ങളിലെ താൻ. ആ താൻ ഭാവത്തെ നിങ്ങൾ സദാ വളർത്തിക്കൊണ്ടിരിക്കണം. അതാണ് ദേഹാവഭാസഃ സാക്ഷി ദേഹനാശേ ന നശ്യതി. ദേഹനാശത്താൽ അത് നശിക്കുന്നില്ല. അപ്പോൾ കട്ടിലിൻ്റെ കാര്യം പറഞ്ഞതിലെ അടുത്ത മന്ത്രമെന്ന് പറയുന്നത് രജ്ജുരന്ധ്രസ്ഥദോഷാദി സൂര്യഭാം ന സ്പൃശേത് യഥാ. രജ്ജുരന്ധ്രസ്ഥദോഷാദി, കട്ടിലിലെ ആ ദ്വാരങ്ങളിലുള്ള, കയറ് വരിഞ്ഞിരിക്കുന്ന കട്ടിലിലെ ദ്വാരങ്ങളിലുള്ള അഴുക്കുകളൊന്നും ഏതു പ്രകാരമാണോ ആ സൂര്യപ്രകാശത്തെ ബാധിക്കാതിരിക്കുന്നത്. രജ്ജുരന്ധ്രസ്ഥദോഷാദി സൂര്യഭാം ന സ്പൃശേത് യഥാ. സൂര്യപ്രകാശത്തെ ഏതു പ്രകാരമാണോ ബാധിക്കാതിരിക്കുന്നത് തഥാ ക്ഷേത്രസ്ഥ ദോഷാദി സർവകം മാം ന സംസ്പൃശേത്. അതുപോലെ തഥാ
ക്ഷേത്രസ്ഥ ദോഷാദി. ക്ഷേത്രം എന്താണ്? ശരീരം. ശരീരത്തിലെ ദോഷങ്ങളൊന്നും, ചിലർക്ക് കുഷ്ഠരോഗമായിരിക്കും, ചിലർക്ക് ക്ഷയരോഗമായിരിക്കും, ചിലർക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ ശാരീരികമായിട്ടുണ്ടാവും. ശരീരത്തിനകത്ത് ചിലർ പറ്റലുകളുണ്ടായിരിക്കും, വെളുത്ത അതിൻ്റെ പേരെന്താണ്, വെള്ളപ്പാണ്ടുകളുണ്ടായിരിക്കും. ഈ തരത്തിലുള്ള ശാരീരികമായ ദോഷങ്ങളൊന്നും ആത്മാവിനെ, ആ സാക്ഷിയെ ബാധിക്കുന്നതല്ല. അതിനുദാഹരണമാണ് ശങ്കരാചാര്യസ്വാമികൾ അത് പറഞ്ഞിരിക്കുന്നത്. കയറുകൊണ്ട് വരിഞ്ഞിരിക്കുന്ന കട്ടിലിൽ ഈ കാക്കകളൊക്കെ ഒന്ന് അതിൽ കട്ടിലിരുന്ന് കാഷ്ടിച്ചിട്ട് പോകുമ്പോൾ ആ കാഷ്ടത്തിൻ്റെ അംശങ്ങളൊന്നും അതിൽ കൂടി കടന്നു വരുന്ന പ്രകാശത്തെ ബാധിക്കാത്തതുപോലെ നമ്മുടെ ശാരീരിക ദോഷങ്ങളൊന്നും നിങ്ങളിലെ ആത്മാവിനെ ബാധിക്കുകയില്ല. ഞാനിലുണ്ടാകുന്ന ഒരു ദോഷവും, നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരു ദോഷവും ആത്മാവിനെ ബാധിക്കുന്നതല്ല. അപ്പോൾ തിരിച്ചറിയണം, നിങ്ങൾ ആത്മാവാണ് എന്നുള്ള ഭാവം, ആ ആത്മാ ശരീരത്തിനകത്തിരിക്കുന്ന ആ പരമാത്മ ചൈതന്യം ജീവഭാവത്തിലിരിക്കുമ്പോഴാണ്, ശരീരമാകുന്ന ഉപാധിയിലിരിക്കുമ്പോഴാണ് അതിനെ ജീവാത്മാവ് എന്ന് പറയുന്നത്. ആ പരമാത്മാവിനെ തന്നെയാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? ശരീരമാകുന്ന ഉപാധിക്കകത്ത് ഇരിക്കുന്നതുകൊണ്ട് ആണ് അതിനെ ജീവാത്മാവ് എന്ന് പറയുന്നത്. ഈ ശരീരത്തിലുണ്ടാകുന്ന യാതൊരു ദോഷവും ആത്മാവിനെ ബാധിക്കുന്നതല്ല. രജ്ജുരന്ധ്രസ്ഥ ദോഷാദി സൂര്യഭാം ന സ്പൃശേത് യഥാ തഥാ ക്ഷേത്രസ്ഥ ദോഷാദി സർവകം മാം ന സംസ്പൃശേത്. സർവകം, സർവത്ര വ്യാപിച്ചിരിക്കുന്ന, എല്ലാത്തിലും, അമേരിക്കയിലും റഷ്യയിലും ചൈനയിലും ഒക്കെ ഉള്ള സർവ്വചരാചരങ്ങളിലും, മനുഷ്യരിലും മൃഗങ്ങളിലും എല്ലാ സ്ഥലത്തുമുള്ള, ഇല്ല വേറെ ഗോളങ്ങളിൽ എവിടെയെങ്കിലും ജീവജാലങ്ങളുണ്ടെങ്കിൽ അവിടെയും ഉള്ള എല്ലാ ജന്തുക്കളിലും എവിടെയൊക്കെ ഉണ്ടാകാം, ഉണ്ടായെന്ന് വരാം, നമുക്കറിഞ്ഞുകൂടാ. ആകാശത്തിലെ ഒരു നക്ഷത്രമാണ് സൂര്യൻ. നമ്മൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കോടാനുകോടി നക്ഷത്രങ്ങൾ ഓരോന്നും സൂര്യൻ, നമ്മുടെ സൂര്യനേക്കാൾ എത്രയോ മടങ്ങ്, 1000 മടങ്ങ് വലുതാണ്. അവയെ ചുറ്റിയെല്ലാം ഇതുപോലെ ഗോളങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെയുണ്ട്. അവിടെയൊക്കെ എവിടെയൊക്കെയാണ് ജീവജാലങ്ങളുള്ളത് എന്ന് നമുക്ക് നിർണയിക്കാൻ കഴിയില്ല. അതാണ് അനന്തമജ്ഞാതമവർണ്ണനീയം, ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടു നിന്ന് നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടു. അവനൊന്നും കണ്ടിട്ടില്ല, എങ്കിലും ഇവിടെ കിടന്ന് വീം പഠിക്കും. അതുകൊണ്ട് നമുക്ക് എത്തിപ്പെടാനുള്ള മാർഗം നമ്മിലൂടെ. നിസ്സാരമായിട്ട് നമുക്ക് ആ പരമാർത്ഥ വസ്തുവിലേക്ക്, പാരമാർത്ഥിക വസ്തുവിലേക്ക് നമുക്കെത്താനുള്ള മാർഗം ഇതാ തെളിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ? നമ്മുടെ ഉള്ളിൽ കൂടി. നമ്മൾ ബഹിർമുഖരായിട്ടാണ് ജീവിക്കുന്നത്. ആ ബഹിർമുഖത്വത്തിൽ നിന്ന് നമ്മെ മാറ്റി അന്തർമുഖതയിലേക്ക് മാറ്റണം. ഉള്ളിലോട്ട് നോക്കണം, ഉള്ളിലോട്ട് തിരിയണം, ആ സാക്ഷിയെ കണ്ടെത്തണം. വിനശ്യൽസു അവിനശ്യന്തം. നശ്വരമായ ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ അവിനാശിയായ വസ്തുവാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് അതിനെ നിങ്ങൾ ഓരോരുത്തരും കാണാതെ കാണണം. ഇത് നമ്മുടെ അദ്വൈതാനുഭൂതിയിലെ 34-ാമത്തെ മന്ത്രമാണ്. രജ്ജുരന്ധ്രസ്ഥ ദോഷാദി സൂര്യഭാം ന സ്പൃശേത് യഥാ തഥാ ക്ഷേത്രസ്ഥ ദോഷാദി സർവകം മാം ന സംസ്പൃശേത്. സർവവ്യാപിയായ എന്നെ ഈ ശാരീരിക ദോഷങ്ങളൊന്നും ബാധിക്കുന്നതേയല്ല. അതുപോലെ നിങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യത്തെ നിങ്ങളുടെ ശാരീരികമായ ദോഷങ്ങളൊന്നും ബാധിക്കുന്നതേയല്ല. ജരാമരണങ്ങൾ പോലും ബാധിക്കുന്നതല്ല. ഈ ജനിമൃതികളിൽ നിന്നുള്ള മോചനം നേടുന്നതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. ഇനി ജനിക്കാതിരിക്കണമെങ്കിൽ മരിക്കാതിരിക്കണം. എങ്ങനെയാണ് മരിക്കാതിരിക്കുന്നത്?
നിങ്ങളിലെ ഞാനിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിപ്പിച്ച് നിങ്ങളിൽ തന്നെയുള്ള താനുമായിട്ട് ചേർക്കണം. താൻ അമരസ്വരൂപം, മരണമില്ലാത്ത വസ്തു. ഈ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യ സ്വരൂപമാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം. അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ, അതായത് എന്നിലെ താൻ എന്ന് സ്വയം ബോധിച്ച് ആ ഭാവത്തിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ, സദാ നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ സദാ ശിവമായിട്ട് മാറിക്കഴിയുന്നു, മരണമില്ലാത്ത അവസ്ഥയിലേക്ക് ഉയർന്നു കഴിയുന്നു. ആ നില നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. മുരുക. ഓ